ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മെയ് ആണ്. ഇന്നുണ്ടല്ലോ ഒരു 5:30 AM പ്രൊഡക്റ്റീവ് മോർണിംഗ് റുട്ടീനാണ് നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പേർക്കും കാണാനായിട്ട് ഇഷ്ടമുള്ളതും എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നതെന്നും എപ്പോഴും പറയുന്ന വീഡിയോ ആണ് 5:30 AM മോർണിംഗ് റുട്ടീൻ. പിന്നെ നമുക്ക് ജോലിയുണ്ട്, ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്, അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ഒന്നുമില്ല, കുറച്ച് സ്ട്രെച്ചിങ്, യോഗ, ബ്രീത്തിങ് എക്സസൈസ് അത് മാത്രം ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ആഴ്ചയിലൊരു 5 ദിവസത്തോളം കുറച്ച് നന്നായിട്ട് കാർഡിയോവും വെയിറ്റൊക്കെ ചെയ്യും. എന്ന് വെച്ച് ഞാൻ ഒരിക്കലും എന്താ പറയുക, മസിൽ ബിൽഡിങ് അങ്ങനെ വെയിറ്റ് അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ. ജസ്റ്റ് ബോഡിയെയും മസിൽസിനെയും ഒക്കെ ഒന്ന് മൂവ് ചെയ്യിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹെവി വെയിറ്റോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളല്ല ചെയ്യുന്നത്. എന്തായാലും ഇന്നപ്പം കുറച്ച് എന്താ പറയുക, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളല്ല കേട്ടോ. എനിക്കൊരാഴ്ച, 1-2 ആഴ്ചയായി ഞാൻ പോകാൻ തുടങ്ങിയിട്ട്. പിള്ളേരുടെ വരുമ്പം നമുക്കങ്ങനെയാണല്ലോ, ഒരു അവധി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യത്തിലോട്ട് വരുമ്പം ആകെപ്പാടെ ഒരു ഇതുണ്ടാവും. അപ്പോൾ എനിക്കാണ് ചെറുതായിട്ടൊരു ടെൻഷനുണ്ട്. താമസിക്കുമോ, ബസ് കിട്ടുമോ, പിള്ളേർക്ക് സ്കൂളിലെത്തുമ്പോൾ താമസിക്കുമോ, അങ്ങനെയൊക്കെ ഒരു ഇത് കാരണം ഞാൻ വിചാരിച്ചു ഇന്ന് ഇത്തിരി യോഗ ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ അതുകൊണ്ടാണ് 5:30 എണീറ്റത്. അപ്പോൾ എൻ്റെ മൂത്ത ആൾ പറഞ്ഞു 6 എണീക്കണം. അവൻ അലാമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവന് അമ്മ എന്തായാലും എന്നെ 6 എണീപ്പിക്കണം, മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് സത്യമൊക്കെ ചെയ്തിട്ടാണ് കിടന്നേക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ 6 മണിക്ക് അടുത്ത അലാം കൂടെ വെച്ചിട്ടുണ്ട്. അതുവരെ കുറച്ച് സമയം നമുക്ക് പേഴ്സണലായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പണ്ടൊരു മിക്കവാറും വീഡിയോയിൽ കാണിക്കാറുണ്ട് രാവിലെ വായിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാനത് മാറ്റി വെച്ചു, വൈകിട്ട് ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും കാരണവശാൽ നേരം വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആകെപ്പാടെ എൻ്റെ താളം തെറ്റുമോ എന്നൊരു പേടി. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ എന്താ പറയുക, ഇന്ന ടൈമിലല്ല ഇന്ന കാര്യങ്ങൾ തീർന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഒരു ചെറിയ അങ്കലാപ്പ് വരും. അപ്പോൾ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് എനിക്ക് കുറച്ച് വെപ്രാളം കൂടുതലുള്ള ടൈപ്പാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അറിയാവുമ്പം കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ. ഞാൻ പണ്ട് തന്നെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് വെക്കും. എന്ന് വെച്ച് ഞാൻ എപ്പോഴും സൂപ്പർ പ്രൊഡക്റ്റീവ് ഒന്നും അല്ല കേട്ടോ. ഒന്നിൽ ഞാൻ സൂപ്പർ ലേസി, അങ്ങനെ അതല്ലെങ്കിൽ ഈ ഈ എനിക്കൊരു മിഡ് ലൈൻ ഇല്ലെന്നാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ എപ്പോഴും പറഞ്ഞത്. നീ ഒരു മിഡ് പോയിൻറ്റിൽ നിൽക്കുക. രണ്ട് എക്സ്ട്രീമാണ് എന്ത് കാര്യത്തിനും. പക്ഷേ എന്താ പറയുക, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അല്ലേ. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മനസ്സിലാകും ഇത് ആ ഒരു പേഴ്സണാലിറ്റി. എനിക്ക് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് തല പെരുത്ത് വരും കേട്ടോ. എൻ്റെ കൈ ഇങ്ങനെ തിരിതിരെന്ന് ഇങ്ങനെ ധരിക്കും അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പതുക്കെ പതുക്കെ നടക്കുക എടുക്കുക ചെയ്യുന്നത് കാണുമ്പം തന്നെ എനിക്കൊരു അങ്കലാപ്പാണ്. അപ്പോൾ ഈ സ്ലോ ആയി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ അതിനേക്കാളും അങ്കലാപ്പ്. ഇത് ഞാൻ എന്താ പറയുക, 4Xലോ 5Xലോ മറ്റോ ഇട്ടേക്കുന്നുണ്ടോ. ഞാൻ ഇത്ര സ്പീഡിലല്ല ഓടുന്നത്. എന്തായാലും ഇതിനിടയ്ക്ക് ഞാൻ ലഞ്ച് ബാഗൊക്കെ എടുത്തു വെച്ചു. അതിനകത്ത് ലഞ്ചൊന്നും വെച്ചിട്ടില്ല. വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു വെച്ചു. വാട്ടർ ബോട്ടിലൊക്കെ ഇനി നിറച്ച് വെക്കണം. അപ്പം ഇതിനും ഞാൻ കുറച്ച് പണികൾ അടുക്കളയിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം കേട്ടോ എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്തതെന്ന്. അത് എനിക്ക് തോന്നുന്നു ഈ വർക്കിംഗ് മദേഴ്സിനൊക്കെ ഉപകാരപ്പെടും, കുറേ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 6 മണിക്കായപ്പോൾ കറക്റ്റ് ഞാൻ പേടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം മുട്ടിയൊക്കെ എണീപ്പിച്ചിട്ടാണ്. പക്ഷേ അവൻ്റെ അലാം അടിച്ചത് എപ്പോഴാണെന്ന് അവന് തന്നെ അതവിടെ കിടന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആളിനെ എണീപ്പിച്ച് വിട്ടു. അപ്പം ഞാൻ ഇന്നലെ തലേന്ന് രാത്രി പുട്ട് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പൊടി നമ്മൾ തലേദിവസം രാത്രി നനച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല മയത്തിൽ വരും പുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ലാഭമുണ്ട്. അപ്പോൾ ഈ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ്. ശരിക്കും അത് നനച്ച് 15 മിനിറ്റ് വെച്ചാൽ മതി. പക്ഷേ ഇത് ഞാൻ തലേദിവസം നനച്ച് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് ഞാൻ രാവിലെ അതിനെ ഒത്തിരിയും കൂടെ ഒന്ന് നനച്ചെടുത്ത് കുറച്ചും കൂടെ ഇത് പൊലിച്ചു വരുമല്ലോ. പൊൻകതിർ പുട്ടുപൊടി നന്നായിട്ട് പൊലിഞ്ഞ് വരും. ഇപ്പം പണ്ട് എൻ്റെ ചെറിയ കുട്ടിക്ക് പുട്ട് ഇഷ്ടമുണ്ടായില്ല. പണ്ടെന്ന് വെച്ചാൽ ഒരു 5-8 മാസം മുമ്പ് വരെ. പിന്നെ ഇപ്പം പുട്ട് നല്ല ഇഷ്ടമായിട്ട്. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനം. എളുപ്പം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് തേങ്ങ ഞാൻ ഓൾറെഡി റെഡിയാക്കി, ചിരവിയ തേങ്ങ നമ്മൾ ഫ്രോസനാണ് മേടിക്കുക. അതിന് ഞാൻ ഡീഫ്രോസ്റ്റൊക്കെ ചെയ്ത് ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ അങ്ങോട്ട് ചെയ്താൽ മതി. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ റെഡി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം ക്രമീകരിച്ച് പോകാൻ പറ്റും. പിന്നെ രാവിലെ കുറേ പാത്രങ്ങൾ കഴുകുക അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
എൻ്റെ ഒരു വലിയ നമ്മുടെ നീളമുള്ള സാധാരണ പുട്ടുകുറ്റി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു, പക്ഷേ അത് അങ്ങ് വിട്ടുപോയി. ഇനിയിപ്പം ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുക. ചിരട്ടപ്പുട്ട് എന്താ വെച്ചാൽ കുറച്ച് ഇപ്പം കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കണമല്ലോ. 4 മിനിറ്റൊക്കെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങനെ മറന്നു പോട്ടോ. അതവിടെ ഇരിക്കുമ്പോൾ 4 മിനിറ്റ് ആയാലും ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ആവും. അപ്പോൾ ഇതാ പുട്ടും പഴവും മുട്ടയാണ് ഇന്ന് രാവിലെ പിള്ളേർക്ക്. ഞാൻ മുട്ട കഴിക്കും, തോമസ് മുട്ടയും പഴം പുഴുങ്ങിയതും കഴിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസിയാണ്, പുട്ട് അവിടെ ഇരുന്ന് ആയിക്കോളും, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനില്ല. അപ്പോൾ ആ ഒരു കാര്യം സോർട്ട് ഔട്ടായി. ഇനി ഞാൻ ഇതിന് തൊട്ട് തലേ ദിവസം രാത്രിയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കറികൾ ബീഫും കായയും കറിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ അതെല്ലാം കൊണ്ടുപോവുക. നമ്മൾ വൈകുന്നേരം 3:30 4 ആകുമ്പോൾ എല്ലാവരും തിരിച്ചെത്തും. ഓൾമോസ്റ്റ് ആ സമയത്ത് എത്തുമ്പോൾ അപ്പോഴാണ് നമ്മൾ കഴിക്കുക. പക്ഷേ അന്നേരം വന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക എന്ന് വെച്ചാൽ വിശന്ന് ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ക്രൂരത നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കി വയ്ക്കുക. അത് വരുന്നു, നമ്മൾ എടുക്കുന്നു, മൈക്രോവേവിൽ ചൂടാക്കണം, അല്ല അടുപ്പത്ത് ചൂടാക്കണം, എങ്ങനെയെന്ന് കഴിച്ചാൽ ചെയ്യുന്നു. 10 മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും സന്തോഷം. അങ്ങനെയാണ് നമ്മുടെ ഡിന്നറിൻ്റെ കാര്യം. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് മാക്ക് ആൻഡ് ചീസ് മതിയെന്ന് പറഞ്ഞു. അപ്പം മാക്ക് ആൻഡ് ചീസ് വെക്കുമ്പോൾ ഞാൻ ബ്രോക്കോളി ഇട്ടാണ് കേട്ടോ. അതാണ് ഇവർക്ക് വെറുതെ പ്ലെയിനായിട്ടല്ല, ബ്രോക്കോളി ചീസും മക്രോണി ചീസ് വെക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പം ഞാനത് ഓൾറെഡി നമ്മൾ രാവിലെ യോഗ കഴിഞ്ഞൊക്കെ വന്നല്ലോ, ആ സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി ഇത് മക്രോണി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ചായ, അങ്ങനെ പല പല സാധനങ്ങൾ അടുപ്പത്ത് വെക്കേണ്ടത്. ഈ ബ്രോക്കോളി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രോക്കോളി ആദ്യം വെന്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞായിട്ട് ഒന്ന് കൊത്തി അരിയണ പോലെ അരിഞ്ഞിട്ട് റെഡിയാക്കുവാണേ. അപ്പോൾ മുട്ട ഒരു വശത്ത് നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 4 ബർണർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. പിന്നെ മൈക്രോവേവ്, ഇപ്പം ഓൾമോസ്റ്റ് മൈക്രോവേവ് അങ്ങനത്തെ കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി നമ്മുടെ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇച്ചിരി പാല് ഒരു 2 ടേബിൾ സ്പൂൺ പാല് തിളപ്പിച്ചു. ഇത്തിരി ബട്ടർ അതിനകത്തോട്ട്, ഇത്തിരി അല്ല കേട്ടോ, ഇച്ചിരി ഒരു ഏറെ ബട്ടറുണ്ട്, 1-2 ക്യൂബ് ബട്ടർ അതിനകത്തോട്ടിട്ടു. അതങ്ങ് മെൽറ്റായിട്ട് വരുമ്പം ചീസ് ഇട്ടു, പാസ്ത ഇട്ടു. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രോക്കോളിയും കൂടി ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേന് ഈ ബ്രോക്കോളിയും ചീസും കൂടെ മിക്സ് ആയിക്കണം, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ദിവസം കൊണ്ടുപോകുന്നില്ല, ഇത് പിള്ളേർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഞാനിന്ന് എനിക്കിന്ന് എൻ്റെ വർക്ക് പ്ലേസിൽ ലഞ്ചുണ്ട്. തോമസിൻ്റെ വർക്ക് പ്ലേസിൽ അവിടെ തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് മേടിക്കാമെന്നാണ്. അതാണ് നമ്മളിന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പാസ്തയൊക്കെ ഇളക്കി മിക്സ് ചെയ്തു. ഇതിപ്പം നമ്മളുണ്ടല്ലോ ഒലീവ് ഓയിൽ, ഈ പാസ്ത തിളയ്ക്കാനകത്ത് കുറച്ച് ഒലീവ് ഓയിൽ ഇട്ടുണ്ടായിരുന്നു. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകുകയും കൂടെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കട്ടിയായി പോകില്ല. പണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതൊരു ഉണ്ട പോലെ കട്ടിയായി പോകുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ആ ഒരു എന്താ പറയുക, തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ കട്ടിയാവില്ല. ഈ ദിവസം ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പം ഇത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ആയല്ലോ. ഫുൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വന്നത്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഭയങ്കര ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ എന്താ പറയുക, സ്കൂളിൽ നമ്മൾ ഭയങ്കര ഹെൽത്തി സൂപ്പർ യൂട്യൂബിലൊക്കെ കണ്ട ഒരു സാധനം കൊടുത്തു വിട്ടിട്ട് നമ്മുടെ പിള്ളേർ കഴിച്ചില്ലെങ്കിൽ നമുക്കതൊരു വലിയ വിഷമമാകും. അപ്പം ഒരു നേരത്തെ ഫുഡല്ലേ അത് സ്കൂളിൽ നിന്ന്. പിന്നെ നമ്മൾ കുറച്ചൊരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ന സാധനം കഴിക്കും, ഇന്ന സാധനം കഴിക്കില്ല. പിള്ളേരുടെ സ്വഭാവം പെട്ടെന്ന് മാറും കേട്ടോ. ഇവർ ഒരിക്കലും കഴിക്കാത്ത സാധനമൊക്കെ വല്ലവരുടെയും പെറുക്കി കഴിച്ചിട്ട് പിന്നെ അത് ഇഷ്ടമാകും. അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുപോവുക. അപ്പോൾ പുട്ട് ഒരു വശത്ത് ആവുന്നുണ്ട്, ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫുഡ് ആ ചൂടോടുകൂടി അങ്ങ് പാക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ അവർ സ്കൂളിൽ എപ്പോഴും എനിക്ക് ബ്രേക്ക് ഒരു 11:30-ക്കും 12:30-ക്കും ഇടയ്ക്ക് ആണ്. 2 പേർക്കും 2 സമയത്താണ്, 2 സ്കൂളിലാണ് എൻ്റെ പിള്ളേർ പഠിക്കുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചു. ഇതിനിടയ്ക്ക് എനിക്കൊരാൾ ചോദിച്ചിട്ടുണ്ടെന്ന്, വീഡിയോയുടെ ഇടയ്ക്ക് സ്കൂൾ ചൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാമോന്ന്. പ്രൈവറ്റ് പബ്ലിക് കാത്തലിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേർ 2 പബ്ലിക് സ്കൂളിലാണ് കേട്ടോ പോകുന്നത്. ഐസക്കിനെ കുറച്ച് നാൾ അവനൊരു പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മൂത്ത ആൾ കുറച്ച് നാൾ കാത്തലിക് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ മെജോറിറ്റി പബ്ലിക് സ്കൂളിലാണ് പോയിരിക്കുന്നത്. ഇതുവരെ എന്താ പറയുക, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല സപ്പോർട്ട് സ്കൂളിൽ നിന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത്, പക്ഷെ നമ്മൾ വീട് മേടിച്ചപ്പം സ്കൂളിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കി നല്ലോണം അന്വേഷിച്ചിട്ട് നല്ല ഏരിയയിൽ വീട് മേടിക്കും. എപ്പോഴും കാനഡയിൽ
വീടുകളുടെ വില കുറച്ച് വ്യത്യാസം വരും കേട്ടോ ഈ ഒരു സ്കൂളിൻ്റെ ഇതൊക്കെ അനുസരിച്ച്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വേർത്താണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഒന്ന് നോക്കിയിട്ട് മേടിക്കാതെ അത്രമാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ എൻ്റെ മോൻ ഹൈസ്കൂളിലാണ്, മൂത്ത ആൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അവൻ എന്താ പറയുക, എന്താ പറയുക, അവൻ്റെ അഡ്വാൻസ് കോഴ്സുകൾ ചെയ്യാനായിട്ട്, അഡ്വാൻസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത ഗ്രേഡ് ലെവലിലോട്ടുള്ള ക്രെഡിറ്റ് കൂടുതൽ എന്ന് പറയും. ക്രെഡിറ്റാണ് ഓരോ കോഴ്സുകൾക്കും. അത് ചെയ്യാനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എഫർട്ട് ഭയങ്കരമായിട്ട് ഇട്ടിട്ടോ അങ്ങനെയൊന്നുമല്ല. അത് എന്താ പറയുക, അവനതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അവനത് ചൂസ് ചെയ്തു, അവനത് കിട്ടി. അപ്പം നമ്മളെ സംബന്ധിച്ച് പബ്ലിക് സ്കൂള് അമേസിങ് ആണ്. ഞാൻ ഇനി ഒരു അവസരം കിട്ടിയാലും പബ്ലിക് സ്കൂളിൽ തന്നെ പിള്ളേരെ വിടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള, ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇനി തോമസ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കോളും. ഈ ഒരു സമയം ഞാൻ ലഞ്ച് ഇവർക്ക് പാക്ക് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി, എന്നിട്ട് ഞാൻ മേളിൽ വന്ന് റെഡിയായിട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഞാനും തോമസും വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വന്നു. ഞാൻ യൂഷ്വലി ഒരു 8 വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളാണ്. തോമസ് കൊച്ചിനെ കൊണ്ട് 8:30 ഇറങ്ങും, അങ്ങനെ വിചാരിച്ചേക്കണത്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് താമസിച്ച് പോയാൽ മതി. അപ്പം ഞാൻ 8:30 അവരുടെ കൂട്ടത്തിൽ ഒന്നിച്ച് പോയിട്ട് സ്കൂളിലൊക്കെ ആക്കിയിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെഡിയായിട്ട് താഴെ വന്നിട്ട് കട്ടിലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ശരിക്കും വരുമ്പോഴത്തേനും നമ്മളൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലോട്ട് വരുന്നത് നല്ലതല്ലേ. ഇതൊരു സിംഗിൾ ഫ്രോക്കാണ് കേട്ടോ, സൈഡിൽ പോക്കറ്റൊക്കെ ഉള്ള, എന്താ പറയുക, ഈ വാൾമാർട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന ടൈപ്പ് ഒരു ഫ്രോക്കാണ്. ഇപ്പം നമുക്ക് നല്ല ഫോൾ ആയോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് ഭയങ്കര എന്താ പറയുക, സമ്മറി വെതറാണ്. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോവും, 30, 33 നിൽക്കണു. അപ്പം എന്താ പറയുക, ഞാൻ ഒരു ഉടുപ്പിടാമെന്ന് വിചാരിച്ചു. ഇപ്പോഴല്ലേ നമുക്ക് ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഐസക്കിനും ഒരു നേവി ബ്ലൂവും വൈറ്റ് ഷർട്ടൊക്കെ ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു പ്രിപ്പറേഷൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഔട്ട്ഫിറ്റുകൾ പ്ലാൻ ചെയ്ത്, നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, എന്നാലും പറഞ്ഞു എന്നുള്ള ഔട്ട്ഫിറ്റുകൾ പ്ലാൻ ചെയ്യും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുറേ സമയം പോവില്ല, എന്തിടും എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ. ഇമാനുവലിൻ്റെ റൂമൊക്കെ അവൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ചെന്ന് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് ജനലൊക്കെ തുറന്നിട്ടണോ എന്നൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനായിട്ടില്ല, നമ്മൾ എല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇപ്പോൾ ഇമ്മാനു വായിക്കുന്ന ബുക്ക് ഏതാണെന്ന് തന്നെ ചേച്ചി വീഡിയോയിൽ കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജേർണി ടു ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ചൈനീസ് നോവലാണ്. അതിൻ്റെ വിവർത്തനമാണ് ഇംഗ്ലീഷിലോട്ട്. ജെന്നർ എന്ന് പറഞ്ഞ ആൾ വിവർത്തനം ചെയ്തത് തന്നെ വേണമെന്ന് അവൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ എയർ കേഡറ്റിൻ്റെ ക്യാമ്പിന് പോയല്ലോ, അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മൾ മേടിച്ചു കൊടുത്താണ് കേട്ടോ. ബൈസെക്കിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇവർ തന്നെ കൺഫ്യൂഷൻ, ഒരു ഫോട്ടോയാണ് എടുക്കുന്നത്, ക്യാമറ വീഡിയോ ആണെന്നൊക്കെ പുള്ളി പോസ്റ്റൊക്കെ ചെയ്തു. നമ്മൾ സ്കൂളിലോട്ട് മാച്ചിങ് ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നമ്മൾ സ്കൂളിലോട്ട്, ഇത് ആക്സിഡൻ്റലി അങ്ങനെ സംഭവിച്ചതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. പിന്നെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു ഫോട്ടോ നമുക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേയിൽ അകത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം നിൽക്കാൻ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ അമ്മമാരും അവരുടെ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാനും ഒരു കുട്ടി ഫോട്ടോയൊക്കെ എടുത്തു. നമ്മൾ തിരിച്ച് വന്നു. ഇനിയിപ്പം ഞാൻ വണ്ടിയെടുത്ത് ഞാൻ എൻ്റെ വർക്കിലോട്ട് പോകും, തോമസിൻ്റെ വർക്കിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ. Bye bye. Take care.